ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ടു കണ്ടന്റ് വിത്ത് കാഴ്സ്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ 2026 ഹോണ്ട സിറ്റി ആണ്. ശരിക്കും ഇതൊരു ഫേസ് ലിഫ്റ്റ് ആണ്. പുതിയൊരു ജനറേഷൻ വരേണ്ട സമയം കഴിഞ്ഞു. ഹോണ്ട എപ്പോഴും പണ്ടൊക്കെ 5 വർഷം കൂടുമ്പോൾ കറക്റ്റായിട്ട് ഓരോ മോഡൽ റീപ്ലേസ് ചെയ്യാറുണ്ടായിരുന്നു. ദ ഫസ്റ്റ് ജനറേഷൻ ഗെയിം ഔട്ട് ഇൻ 1998. അത് കഴിഞ്ഞിട്ട് 2003 നമുക്ക് ആ ഒരു IDSi സെക്കൻഡ് ജനറേഷൻ ആ ഒരു വണ്ടി വന്നു. 2008 IV-Tech ആരോ ഷോർട്ട് സിറ്റി നമ്മൾ വിളിച്ചിരുന്ന ആ ഒരു വണ്ടി വന്നു. അത് കഴിഞ്ഞ് 2013 ഫോർത്ത് ജനറേഷൻ വന്നു. 2020 ഒരു വർഷം കൂടിയും കൂടുതലെടുത്തു. കോവിഡൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഈ ഒരു ഫിഫ്ത്ത് ജനറേഷൻ വന്നു. ഫിഫ്ത്ത് ജനറേഷന് പക്ഷേ അവർ 2 ഫേസ് ലിഫ്റ്റ് കൊടുത്തു. നമ്മൾ ഒരു 23 നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഫേസ് ലിഫ്റ്റ് കണ്ടിരുന്നു. ആ ഒരു ബമ്പറും ഗ്രില്ലും ഒക്കെ ചെറുതായിട്ട് റിവൈസ് ആയിട്ടുള്ള ആ ഒരു വണ്ടി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു ഹോൾ ന്യൂ റിവിഷനായിട്ട് ഈ ഒരു വണ്ടി വന്നേക്കുകയാണ്. ഐഡിയലി വി ഷുഡ് ഹാവ് ഗോട്ട് എ ന്യൂ ജനറേഷൻ. പക്ഷെ എന്നാലും ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഐസ് വണ്ടികൾക്കൊക്കെ ഡെവലപ്മെൻ്റ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് എല്ലാവരും EV-യിലൊക്കെ ഫോക്കസ് ചെയ്യണോണ്ടായിരിക്കാം ഹോണ്ട മസ്റ്റ് ഹാവ് ഡൈവേർട്ടഡ് ദെയർ ഫണ്ട്സ് എൽസ്വെയർ. അപ്പോൾ അതുകൊണ്ട് സിറ്റി തൽക്കാലം ഇങ്ങനെ തന്നെ ഓടത്തേ എന്നുള്ളതാണ്. ഈ സെയിം തിങ് നമ്മൾ പല വണ്ടിയിലും കാണുന്നുണ്ട്. ഇപ്പോൾ ടാറ്റ ടിയാഗോ ആ ഒരു സെക്കൻഡ് വണ്ടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സെയിം ജനറേഷൻ തന്നെ, ഓൾദോ ദേ കോൾ ഇറ്റ് എ ഡിഫറെൻറ്റ് ജനറേഷൻ. ഇതെന്തായാലും ഫിഫ്ത്ത് ജനറേഷൻ സിറ്റിയാണ്. അതിനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഫേസ് ലിഫ്റ്റാണ് ഇത്തവണ വന്നേക്കുന്നത്. നമ്മൾ ഹോണ്ട പ്രൈല്യൂഡിലൊക്കെ കണ്ട പോലത്തെ ആ ഒരു ഫ്രണ്ട് ആൻഡ് സ്റ്റൈലിംഗ് ആണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തേക്കണത്. കുറച്ചൊരു ടയോട്ട ലെക്സസ് വൈബൊക്കെ ഉണ്ട്. എവിടെയൊക്കെ ഒരു ഓൾട്രോ സ്പേസ് ലിഫ്റ്റ് ഒക്കെ ഉണ്ടെന്നൊക്കെ കുറേ പേർക്കൊക്കെ ഫസ്റ്റ് ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. ഐ തിങ്ക് ദ പ്രീവിയസ് ഫേസ് ലിഫ്റ്റ് വാസ് ഓൾസോ എ ഗുഡ് ലുക്കിംഗ് കാർ. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി അങ്ങോട്ട് ഒരു നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ ഇപ്പോഴും ഒരു ഐഡിയ ആയിട്ടില്ല. ചിലർക്ക് ഇഷ്ടാവും, ചിലർക്ക് ഇഷ്ടാവില്ല എന്ന് പറയുന്ന ഒരു സ്റ്റൈലിംഗ് ആണ്. എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ. ഇറ്റ് ലുക്സ് ലൈക്ക് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കാർ. ഇതുപോലെ ഒരു സിറ്റി ആണെന്നുള്ളതിൽ നിന്ന് കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പോലത്തെ ഒരു സ്റ്റൈലിംഗ് ആണ്. ഓവറോൾ ലെങ്ത്ത് കൂടിയിട്ടുണ്ട്, ഒരു 20 mm കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 4594 mm ഉണ്ട് ഈ ഒരു വണ്ടിയുടെ ഓവറോൾ ലെങ്ത്ത്. ആ കൂടിയേക്കുന്ന ലെങ്ത്ത് അത്രയും ഫ്രണ്ട് ഓവർ ഹാങ്ങിലാണ് കൂടിയേക്കുന്നത്. ഓൾറെഡി ഭയങ്കര ഫ്രണ്ട് ഓവർ ഹാങ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ അത് ഒന്നും കൂടിയും കൂടിയ പോലെയാണ് നമുക്കിത് കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ ബാക്ക് ബമ്പറിന് അത്രയും തന്നെ ലെങ്ത്ത് ഉണ്ട് ഫ്രണ്ട് ബമ്പറിന്. സാധാരണ ഒരു സെഡാൻ പ്രൊപ്പോർഷൻസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പോലത്തെ ഒരു സ്റ്റൈലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഒരു ഇത്തിരി ഒരു ബൾബസ് ലുക്ക് ഉണ്ട് ചില ആംഗിളിൽ നിന്നൊക്കെ കാണുമ്പോൾ. ഫ്രണ്ടിലൊരു LED ലൈറ്റിംഗ് എലമെന്റ് ഉണ്ട്, പക്ഷേ അത് മൾട്ടിപ്പിൾ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒറ്റ ഒരു വലിയ സ്ട്രിപ്പായിട്ട് കൊടുക്കുന്നതിന് പകരം. സോ ഇറ്റ് ലുക്സ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. നമുക്ക് രാത്രി കാണുമ്പോൾ ഹോണ്ട സിറ്റിയാണെന്ന് ദൂരെ നിന്ന് മനസ്സിലാവണ പോലത്തെ ഒരു ലൈറ്റിംഗ് ആണ് അതിൽ കൊടുത്തേക്കുന്നത്. ഒരു വലിയ ഡിഫറൻസ് ഫ്രണ്ടിൽ വന്നേക്കുന്നത് ഹോണ്ട ലോഗോൻ്റെ പ്ലേസ്മെൻറ്റ് കുറച്ചും കൂടി മുകളിലേക്ക് മാറിയിട്ടുണ്ട്. പണ്ട് ഗ്രില്ലിൻ്റെ ഭാഗത്തായിരുന്നു, അതിപ്പോൾ ആ ഒരു ബമ്പറിൻ്റെ ടോപ്പ് എഡ്ജിൽ ബോണ്ടിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ ആയിട്ടുണ്ട്. സോ ഇറ്റ് ലുക്സ് ലൈക്ക് ആ ഒരു പ്രൈലൂഡിലൊക്കെ കണ്ട പോലത്തെ ആ ഒരു സ്റ്റൈലിംഗ് ആണ്. അതേപോലെ തന്നെ ഹോണ്ട ലോഗോയും ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും മാറിയിട്ടുണ്ട്. പണ്ടൊരു ബോഡി കളർ ഉള്ളിൽ കാണുന്ന പോലത്തെ ഒരു ലോഗോ ആയിരുന്നു. നൗ ഇറ്റ് ഹാസ് എ ബ്ലാക്ക് അപ്ലീക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഒരു 3D ഇനാമൽ പോലെ തോന്നുന്ന അങ്ങനത്തെ ഒരു ബാഡ്ജായി മാറിയിട്ടുണ്ട്. ലുക്സ് വേ മോർ പ്രീമിയം. ഫ്രണ്ടിലത്തെ അത്രയും മാറ്റമില്ല. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ടെയിൽ ലാംപ്സ് മാത്രമാണ് മേജർ ചേഞ്ച് ആയിട്ട് തോന്നുന്നത്. സെയിം ഷേപ്പൊക്കെ തന്നെയാണ്, പക്ഷേ അതിൽ കുറച്ചും കൂടി ഒരു സ്മോക്ക് എഫക്റ്റ് ആയിട്ടുണ്ട്. പണ്ട് റെഡ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈറ്റിംഗ് എലമെൻറ്റ് മാറി ഇപ്പോൾ അതിനൊരു സ്മോക്ക് ഫിനിഷാണ്. ബാക്ക് ബമ്പറും കുറച്ചും കൂടി ഒന്ന് മാറിയിട്ടുണ്ട്, കുറച്ചും കൂടി അഗ്രസീവായിട്ട്. ഫ്രണ്ടിലത്തെ ബമ്പറിൽ ആ ഒരു എയർ ഇൻടേക്സ് ഒക്കെ പോലെ തന്നെ മിമിക് ചെയ്യുന്ന ആ ഒരു സ്റ്റൈലിംഗ് എലമെൻറ്റ്സ് ഒക്കെ ബാക്ക് ബമ്പറിൽ കാണാൻ പറ്റും. പിന്നെ ഒരു മാറ്റമുള്ളത് വീൽസാണ്. 16 ഇഞ്ച് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഡിസൈനൊക്കെ മാറിയിട്ടുണ്ട്. ഒരു 5 സ്പോക്ക്, ഒരു വൈ ഷേപ്ഡ് ആയിട്ടുള്ള സ്പോക്സ് ഒക്കെ ആയിട്ടുള്ള പുതിയൊരു വീലാണ് വന്നേക്കുന്നത്. ഈ ഒരു ഫ്രണ്ട് ഓവർ ഹാങ്ങും ബാക്ക് ഓവർ ഹാങ്ങും ഒക്കെ കൂടുതലുള്ളതുകൊണ്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ടൊക്കെ വണ്ടിയുടെ വീൽസ് ഒരു സൈസ് ചെറുതായിട്ട് നമുക്ക് തോന്നും. ബ്ലാക്കിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ വേറെ കളേഴ്സിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു സൈസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നും. 17 ഇഞ്ചൊക്കെ വേണമെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ കൊടുക്കാവുന്നതാണ്, പക്ഷേ ഹോണ്ട കുറച്ചും കൂടി ഒന്ന് സേഫായിട്ട് കളിച്ചേക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഉള്ളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഹോണ്ട അത്രയൊന്നും പണിയെടുത്തായിട്ട് കാണാൻ പറ്റില്ല. ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കരോൾ ബാഗിൽ പോയിട്ട് ഈ ഒരു സ്റ്റീരിയോ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്ലേസ്മെൻറ്റും ഭയങ്കര തെറ്റാണ്. നമുക്ക് ആ ഒരു സ്ക്രീൻ ഇരിക്കണാണ്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് പോലത്തെ ഒരു സാധനമായിട്ട് തോന്നുള്ളൂ. ഫോട്ടോയിൽ കണ്ടപ്പോൾ ഭയങ്കര വൃത്തികേടായിരുന്നു, നേരിട്ട് കണ്ടപ്പോൾ അതേ വൃത്തികേടൊക്കെ തന്നെ ഉണ്ട്. ഇത് ബേസിക്കലി അവർ ആ സ്ക്രീനിൻ്റെ ബാക്കിലുള്ള പാനൽ മാത്രം റീഡിസൈൻ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അതിലൊരു സ്ക്രീൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേക്കുന്നതാണ്. ഇറ്റ്സ് ലാർജർ. പണ്ട് 8 ഇഞ്ച് ഉണ്ടായിരുന്നോടത്ത് ഇപ്പോൾ യു ഗെറ്റ് എ 10 ഇഞ്ച് സ്ക്രീൻ. സ്ക്രീനിൻ്റെ റെസ്പോൺസും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഓറിയൻറ്റേഷൻ ഭയങ്കര പ്രശ്നമാണ്. അതൊരു ആംഗിളിലാണ്. സോ ഇറ്റ് ക്യാച്ചസ് സോ മെനി റിഫ്ലക്ഷൻസ്. ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് കാണാവുന്നത് ഈ വിൻഷീൽഡിൽ നിന്ന് വന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റും അതേപോലെ ഒരു ഗ്രേ കളർ ഏരിയയാണ്. എനിക്ക് അതിൽ എഴുതിയേക്കണം എന്താണെന്നൊന്നും കാണുന്നില്ല. ഉച്ചനേരത്ത് പ്രത്യേകിച്ചും ഫുൾ റിഫ്ലക്ഷനാണ്. ഐ ഡോണ്ട് നോ ഹൗ സംബഡി അപ്രൂവ്ഡ് ദാറ്റ്. അതും ഒരു ഹോണ്ടയിൽ. ഇതിൽ ലെഫ്റ്റ് സൈഡിലെ മിററിൻ്റെ അവിടെ ഹോണ്ടയുടെ ലൈൻ വാച്ചിൻ്റെ ആ ഒരു ക്യാമറ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. അതിന് ഇനിയിപ്പോൾ വലിയ പ്രസക്തി ഇല്ല, കാരണം 360 ഡിഗ്രി ക്യാമറ വന്നു. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ആ ക്യാമറയുടെ ഫീഡ് തന്നെ എടുത്തിട്ട് ആ ഒരു പർപ്പസിന് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡിലുള്ള വണ്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വേറൊരു ചേഞ്ച് വന്നേക്കുന്നത് നമുക്ക് ഈ ഒരു താഴത്തുള്ള ഈ ഒരു AC-യുടെ പാനലാണ്. അതിൽ 2 എക്സ്ട്രാ ബട്ടൺസ് നമുക്ക് കാണാൻ പറ്റും 2 അറ്റത്തായിട്ട്. ദാറ്റ് ഈസ് ഫോർ ദ സീറ്റ് വെന്റിലേഷൻ. 2 സീറ്റ്സ് ഇപ്പോൾ വെന്റിലേറ്റർ ആണ്. സീറ്റ്സ് അല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും ഇല്ല, പവേർഡ് ഒന്നും അല്ല. യു സ്റ്റിൽ ഗെറ്റ് മാനുവൽ അഡ്ജസ്റ്റ്മെന്റ്സ്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്,
അതുപോലെ 4 സ്ലൈഡ് ഉണ്ട്, റിക്ലൈൻ ഉണ്ട്, ആ യൂഷ്വൽ സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. സ്റ്റിയറിംഗിനും റീച്ചും ബ്രേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് യു ഗെറ്റ് എ ഗുഡ് ഡ്രൈവിംഗ് പൊസിഷൻ. ആൻഡ് ഇറ്റ്സ് വെരി ഫെമിലിയർ. നമ്മൾ സാധാരണ ഒരു സിറ്റി ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന സെയിം സംഭവം തന്നെയാണ്. കയറിയിരുന്നപ്പോൾ തന്നെ നമുക്ക് പണ്ട് ലോങ് ടൈമർ ഉണ്ടായിരുന്നു, ഹൈബ്രിഡ് ഓടിച്ചതും അന്നെല്ലാം ആ സെയിം മെമ്മറീസ് തന്നെയാണ്. ഇതിൽ കയറിയിരിക്കുമ്പോൾ ഒരു ഫെമിലിയറൈസേഷൻ്റെ ഒരു സംഭവം പോലും ഇല്ല. യു ഫീൽ ലൈക്ക് യു ഹാവ് നോൺ ദിസ് കാർ ഫോർ എ ലോങ് ടൈം ആൻഡ് ദാറ്റ് ഇസ് ബിക്കോസ് യു ഡു. ആൻഡ് ഈ ഒരു വൈറ്റ് ഇൻറ്റീരിയേഴ്സൊക്കെ അന്ന് ഹൈബ്രിഡ് വന്നപ്പോഴാണ് വന്നത്. സോ നൗ ദാറ്റ് ഹാസ് ബീൻ റീറ്റെയിൻഡ്, അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. സീറ്റ്സ് കംഫർട്ടബിൾ ആണ്. ആൻഡ് ബാക്ക് സീറ്റ് ആണെങ്കിലും നല്ല സ്പേസ് ഒക്കെ ഉണ്ട്, നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ്. ഇപ്പോഴും ഹെഡ് റെസ്റ്റ് ഫിക്സ്ഡ് ആണ്, അത് അഡ്ജസ്റ്റബിൾ ഒന്നല്ല. അത് ഹോണ്ട കുറേ നാളായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സ്റ്റിൽ കണ്ടിന്യൂസ് ടു ഡു ദാറ്റ്. ആൻഡ് ഈ ഒരു വേർഷൻ ഹൈബ്രിഡ് ആയതുകൊണ്ട് ആ സീറ്റിൻ്റെ സൈഡിൽ നമുക്ക് അവിടെ ഒരു വെൻ്റുള്ളൊരു പാനൽ കാണാൻ പറ്റും, വിച്ച് ഈസ് ഫോർ ദ കൂളിംഗ്. ബാറ്ററിയുടെ കൂളിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഡക്റ്റാണ്. ഹോണ്ടയുടെ എല്ലാ ഹൈബ്രിഡുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദെയർ. ക്യാബിനിൽ ഒരുവിധം പ്രാക്ടിക്കൽ സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്, അതിൻ്റെ താഴെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വയർലെസ് ചാർജർ ഉണ്ട്, വിച്ച് യു ക്യാൻ ടേൺ ഓഫ് ഇഫ് യു ഡോണ്ട് വാണ്ട് ഇറ്റ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ സ്റ്റോറേജ് ഉണ്ട്. ഡോർ പോക്കറ്റ്സ് ഒക്കെ അത്യാവശ്യം വലുതാണ്, വലിയ ബോട്ടിൽ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട്. സോ പ്രാക്ടിക്കാലിറ്റി ഇസ് ഓൾമോസ്റ്റ് സോർട്ടഡ്. സ്റ്റിയറിംഗ് ഒക്കെ നല്ല കറക്റ്റ് സൈസാണ്. ഈ ഒരു പെർട്ടിക്കുലർ വണ്ടിയുടെ സ്റ്റിയറിംഗ് റാപ്പിനും ഒരു ചെറിയൊരു ചീപ്പ് ഫീൽ ഉണ്ട്. അഗെയിൻ കരോൾ ബാഗ് സോഴ്സ്ഡ് പോലത്തെ ഒരു ഫീലാണ് നമുക്കിവിടെ കാണുമ്പോൾ. പക്ഷേ ഐ തിങ്ക് വേറെ വണ്ടികളിലൊന്നുമില്ല. മേ ബി ഇത് മാത്രം ഒരു ചെറിയൊരു ബാഡ് എക്സാമ്പിൾ ആയതായിരിക്കാം. ഞാൻ വേറെ വണ്ടിയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഗേജസ് ഒക്കെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് നോക്കാവുന്ന പോലത്തെ ഫോണ്ടുകളൊക്കെയാണ്, ഭയങ്കര സൈസിലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇപ്പുറത്ത് ഒരു അനലോഗ് സ്പീഡോമീറ്ററും അപ്പുറത്ത് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്, വിച്ച് ക്യാൻ ടോഗിൾ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മോഡ്സ്. നമുക്ക് ടാക്കോമീറ്റർ അല്ല ഈ വണ്ടിയിൽ, പക്ഷെ എന്നാലും അതേപോലെ ഒരു എൻജിൻ പവർ റിസർവ് ഗേജ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്നുണ്ട്, വിച്ച് ഹാസ് ബീൻ അറൌണ്ട് 30 കിലോമീറ്റേഴ്സ് പ്ലസ് ഫോർ ദ എൻറ്റയർ ഡിസ്റ്റൻസ്. നമ്മളിപ്പോൾ ഇത്രയും നേരം ഓടിച്ചപ്പോഴൊക്കെ അതങ്ങനെ തന്നെ കിടപ്പുണ്ട്. നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻസിലേക്ക് വരാം. ഈ ഒരു ജനറേഷൻ നമുക്കറിയാം ഇറ്റ്സ് പവേർഡ് ബൈ ദ DOHC വേർഷൻ ഓഫ് ദ L15. നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ജനറേഷനിലൊക്കെ ഇതിൻ്റെ SOHC വേരിയൻ്റ് ആയിരുന്നു. ആ ഒരു 2008 iVTEC തൊട്ട് കണ്ടിന്യൂ ചെയ്തിരുന്നത്. 115 bhp ആയിരുന്നു അന്ന്. പക്ഷേ നൗ യു ഹാവ് അറൌണ്ട് 120 bhp. നമുക്ക് എഞ്ചിൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു ഇൻടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 റണ്ണേഴ്സ് ഉണ്ടാവും. വേറെ മറ്റേതിന് ആ ഒരു സ്റ്റാൻഡേർഡ് L15 4 റണ്ണേഴ്സേ ഉള്ളൂ. റിയലി ഗുഡ് ടു ഡ്രൈവ് എഞ്ചിൻ. നമുക്ക് ഹൈവേയിലൊക്കെ പോകുമ്പോഴും ആവശ്യത്തിനുള്ള പെർഫോമൻസ് ഒക്കെ ഉള്ളൊരു എഞ്ചിനാണ്. ബാക്കിയുള്ളവരൊക്കെ ടർബോ ചാർജർ എഞ്ചിൻ കൊടുക്കുമ്പോൾ ഹോണ്ട ഇപ്പോഴും നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനുമ്പോൾ തന്നെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ they have given us this. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇല്ലാത്തൊരു സംഭവം അവർ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് എ ഹൈബ്രിഡ്. സോ ഇറ്റ് റൺസ് ആൻ ആറ്റ്കിൻസൺ സൈക്കിൾ. അതായത് നമ്മൾ ഇൻടേക്ക് വാൽവ്സിൻ്റെ ഓപ്പറേഷൻ വഴി എഞ്ചിനെ കുറച്ചും കൂടിയും എഫിഷ്യൻ്റായിട്ട് റൺ ചെയ്തിട്ട് കുറേ കൂടിയും ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഹൈബ്രിഡ് എഞ്ചിൻ വർക്ക് ചെയ്യണത്. 1.5 ലിറ്റർ ആണെങ്കിലും നമ്മുടെ പവർ ഔട്ട്പുട്ട് കുറവുണ്ട്. യു ഹാവ് 98 bhp. അതായത് മറ്റേതിനൊരു 22-21 bhp കുറവാണ്. അതേപോലെ ഒരു 18 Nm ടോർക്കും കുറവാണ്. പക്ഷേ യു കോമ്പൻസേറ്റ് ദാറ്റ് വിത്ത് ദ ഇലക്ട്രിക് മോട്ടോഴ്സ്. ഇതിന് 2 ഇലക്ട്രിക് മോട്ടർ ഉണ്ട്. രണ്ടും ടാൻഡമായിട്ട് എഞ്ചിൻ്റെ സെയിം ഡ്രൈവ് ലൈനിൽ തന്നെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഒരെണ്ണം ഒരു 95 bhp ജനറേറ്ററാണ്, വേറെ മറ്റേതൊരു 105 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ട്രാക്ഷൻ മോട്ടറാണ്. കമ്പൈൻ ഹോഴ്സ് പവർ ആ ഒരു മോട്ടറിൻ്റെയും എഞ്ചിൻ്റെയും കൂടി ചേർത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 126 bhp അടുത്തുണ്ട്. അതുപോലെ ടോർക്ക് 253 Nm ആണ്, വിച്ച് ഹോണ്ട ക്ലെയിംസ് ഈസ് ദ ഹയസ്റ്റ് ഇൻ ദ സെഗ്മെൻറ്റ്. അതുപോലെ ഹോണ്ട ക്ലെയിം ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് 0 ടർബോ ലാഗ് എന്നുള്ളതാണ്. അവരവരുടെ പ്രസൻറ്റേഷനിൽ കാണിച്ചൊരു സ്ലൈഡാണ്. ടർബോ ഇല്ലാത്ത വണ്ടിക്ക് ടർബോ ലാഗ് ഉണ്ടാവില്ല എന്നുള്ളത് ഇറ്റ്സ് ജസ്റ്റ് കോമൺ സെൻസ്. വേണമെങ്കിൽ പറയാമായിരുന്നു നോ ഡീസൽ ക്ലാറ്റർ എന്നുള്ളത്, ഡീസൽ എഞ്ചിൻ അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ CNG അല്ലാത്തതുകൊണ്ട് ബൂട്ട് സ്പേസ് പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ബൂട്ട് സ്പേസ് പോയിട്ടുണ്ട്. ഇതിന് 306 ലിറ്റർ ബൂട്ട് സ്പേസേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് വേർഷന് 506 ലിറ്റർ ഉണ്ട്. അപ്പോൾ അതായത് 200 ലിറ്ററോളം ബൂട്ട് സ്പേസ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വേരിയൻറ്റിൽ. കമ്മിങ് ബാക്ക് ടു ദ എഞ്ചിൻ, ഡ്രൈവ് ചെയ്യാനായിട്ട് കുഴപ്പമൊന്നുമില്ല. ആസ് എ സിറ്റി റൺ അബൌട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഗുഡ്. നമുക്ക് ഗ്രാൻഡ് വിറ്റാറ അല്ലെങ്കിൽ ഹൈ റൈഡർ ഹൈബ്രിഡ് ഒക്കെ യൂസ് ചെയ്തവർക്ക് ഈ ഒരു 4 സിലിണ്ടറിൻ്റെ എക്സ്ട്രാ സിലിണ്ടറിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് ഇഷ്ടപ്പെടും. പതുക്കെയൊക്കെ ഓടിക്കുമ്പോൾ വളരെ നല്ല വണ്ടിയാണ്. പക്ഷേ നമ്മൾ ഫ്ലോർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഹാസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ക്യാരക്ടർ. എഞ്ചിൻ RPM ഒരു ബന്ധമില്ലാത്ത രീതിയിൽ കയറിയിട്ടുണ്ട്. ഞാൻ കൊടുത്ത ത്രോട്ടിലായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ വണ്ടിയുടെ ആക്സിലറേഷൻ മോസ്റ്റ്ലി ഇലക്ട്രിക് ആയിട്ടാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഹാസ് എ ഡിഫറെൻറ്റ് ഫീൽ. നമ്മളൊരു CVT-നേലും കുറച്ചും കൂടി ഒരു വിയർഡ് ബിഹേവിയർ ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ അങ്ങനെ ചെയ്യുമ്പോൾ തോന്നുക. ആവശ്യത്തിന് പാസിംഗ് പവറൊക്കെ ഉണ്ട്. ഞാൻ പണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഐ തിങ്ക് 0 to 100 വാസ് അറൌണ്ട് 10.5 seconds. അത് സാധാരണ സിറ്റി CVT-നെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 1.5 സെക്കൻഡോളം ഫാസ്റ്ററാണ്. നമുക്കൊരു ആവശ്യത്തിനുള്ളൊരു മിഡ് റേഞ്ച് ഒക്കെ ഉണ്ട്. പെട്ടെന്നുള്ളൊരു ഓവർടേക്കിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും ആ ഒരു ഇലക്ട്രിക് മോട്ടറിൻ്റെ ഒരു സർജ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് സിറ്റിക്ക് ഭയങ്കര റിഫൈൻമെൻ്റ് ആണ്, ബിക്കോസ് യു ആർ റണ്ണിങ് ഓൺ ഇലക്ട്രിക് പവർ. ഇവിടെ ഒരു ഇക്കോൺ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട്, വിച്ച് ഡൾസ് ദ ത്രോട്ടിൽ റെസ്പോൺസ് സ്ലൈറ്റ്ലി. നമുക്ക് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് കുറേ കൂടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അതും കൂടി കൊടുത്തിട്ടുണ്ട്.
നമ്മൾ മിക്കവാറും സമയത്ത് സിറ്റിയിലൊക്കെ ഓടിക്കുന്ന സമയത്തൊക്കെ യു വിൽ ബി യൂസിങ് ദാറ്റ് ബാറ്ററി പാക്ക് ഇൻ ദ ബൂട്ട്. ഒരു 0.7 kWh ബാറ്ററി പാക്കാണ്. 172 വോൾട്ട്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്, വിച്ച് ഹാസ് ഡീസൻറ്റ് റേഞ്ച്. നമുക്കൊരു ആവശ്യത്തിനുള്ളൊരു ചെറിയ ഷോർട്ട് ട്രിപ്സിലൊക്കെ പോയി വരുമ്പോഴൊക്കെ കഴിവതും എഞ്ചിൻ വളരെ കുറച്ച് സമയം മാത്രമേ ഓൺ ആവുന്നുള്ളൂ. സോ ദാറ്റ് വേ യു ഹാവ് വെരി ഗുഡ് ഫ്യൂൽ എഫിഷ്യൻസി. വേറെ ഓടിക്കാൻ വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സെയിം കാര്യങ്ങളാണ് സസ്പെൻഷനിലും പറയാനുള്ളത്. വേറെ മാറ്റങ്ങളൊന്നും ഇല്ലാണ്ട് അതുപോലെ തന്നെ ക്യാരി ഓവർ ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ ചേഞ്ചസ് ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. ഇറ്റ് റൈഡ്സ് ആൻഡ് ഹാൻഡിൽസ് എക്സാക്ട്ലി ദ സെയിം ആസ് ബിഫോർ. നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് വേർഷനിൽ സസ്പെൻഷൻ കുറച്ചൊന്ന് ട്വീക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിലത്തെ, എസ്പെഷ്യലി ആ ഒരു വെയിറ്റിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അന്ന് ഡിസ്ക് ബ്രേക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, വിച്ച് സ്റ്റോപ്സ് എ ലിറ്റിൽ ബിറ്റ് ബെറ്റർ. അപ്പോൾ അതുപോലെ തന്നെയാണ്. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഒക്കെ കുറച്ചും കൂടിയും ബെറ്റർ ആണ് നമ്മുടെ പെട്രോൾ CVT വേർഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് 2026 ഹോണ്ട സിറ്റി ഫേസ് ലിഫ്റ്റിലുള്ള മാറ്റങ്ങൾ. മെക്കാനിക്കൽ ചേഞ്ചസ് ഒന്നുമില്ല, പ്യൂർലി കോസ്മെറ്റിക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിസൈൻ ഇഷ്ടമായോ എന്നുള്ളതും, ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങളൊരു വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യുമോ, അതോ ഇതിൻ്റെ കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഹ്യുണ്ടായി വെർണ, സ്കോഡ സ്ലാവിയ, ഫോക്സ്വാഗൺ വെർട്ടസ് കൺസിഡർ ചെയ്യുമോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.